പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രത്തോടെ പറയുന്നത് ദൈവത്തിൻ്റെ ആശ്വാസത്താൽ നാം ആശ്വാസം പ്രാപിക്കേണ്ടത്, ദൈവത്തിൻ്റെ സമാധാനത്താൽ നാം സമാധാനം പ്രാപിക്കേണ്ടത്. കാൽവരിക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒരു കാലം നാം കൂടി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് നാം നിറയപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ ഓർത്തപ്പെടുത്തുവാൻ തക്കവണ്ണം, സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ ശ്രമിപ്പാൻ തക്കവണ്ണം, ദൈവം നയിക്കുന്ന എല്ലാവരെയും തത്വസമയത്ത് കടന്നു വന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങളൊരുമിച്ച് ഈ പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കടന്നു വന്ന കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ തിരുവചനം പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും തക്കവണ്ണം കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലും പ്രവീണമായിരിക്കാൻ ആദ്യയോടെ ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ സ്തോത്രം സാന്നിധ്യം കൊണ്ട് ആ സ്തോത്രം ഈ ഓഡിറ്റോറിയം പരിസരത്തോടത്തിലേക്ക് മാറുകയാണ്. ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തക്ക സമയം കൂട്ടിവരുത്തേണം. ഒരാൾ പോലും സ്തോത്രം കടന്നു വരാതെ ഇരിക്കുവാൻ പിശാചിടയാക്കാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയാൽ, വലിയ അനുഗ്രഹത്താൽ, വലിയ നന്മയാൽ എല്ലാ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറയ്ക്കുന്നു. യേശുവിനെ അറിയാത്തവർ, യേശു കർത്താവിനെ ആരാധിക്കാത്തവർ ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കടന്നു വരുമ്പോൾ കർത്താവിയുടെ ഉള്ളത്തോട് അവിടുന്ന് സംസാരിക്കുകയും അങ്ങനെ മാറ്റമില്ലാത്ത വചനം ഭൂമിയെ ഹല്ലേലൂയ സകലത്തിലാദരങ്ങളെ ഉളവാക്കിയ ദൈവത്തിന്റെ വചനം, ആകാശത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം, അത്ഭുതകരമായ ദൈവത്തിന്റെ വചനം, അനേകായിരങ്ങൾ ഹല്ലേലൂയ അന്ധകാലത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ വചനം പകൽക്കാലം ശ്രമിച്ച് സ്തോത്രം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതായി തീർക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഉപയോഗിച്ചാണ്. അനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറയ്ക്കും, നന്മകളാൽ നിങ്ങളെ നിറയ്ക്കും. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നടത്തിപ്പിൽ ഞങ്ങളെ അനുഗ്രഹിക്കും. ഓ സ്തോത്രം കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഇന്ന് പോയിക്കാലം ആരെങ്കിലും ഞങ്ങളുടെ മധ്യയെ പാസ്പോർട്ട് കടന്നു വ്യക്തിപരമായി കർത്താവെ അവിടുന്ന് അവരോട് സംസാരിക്കണമേ, അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നൽകണമേ. ഓ സ്തോത്രം ഹല്ലേലൂയ. ആരെങ്കിലും രോഗികളായി കടന്നു വരുന്നുവെങ്കിൽ അവിടുത്തെ വചനം സ്ഥാപിക്കുമ്പോൾ അത്ഭുതകരമായ അവിടുത്തെ വചനത്താൽ ജീവനും ശക്തിയും ചൈതന്യമുള്ള അവിടുത്തെ വചനം അയച്ച് അരിപ്പുണരുകളാൽ അവർക്ക് സൗഖ്യമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും നിറഞ്ഞെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടുവരണം. ഈ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ തക്ക സമയം കൊണ്ടുവരുത്തണം. ദേവദാസന്മാർ ദൈവമക്കൾ എല്ലാവരെയും കർത്താവെ അവിടുന്ന് കൊണ്ടുവരുത്തുവാൻ സ്തോത്രം മനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയ്ക്കാതെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മൂലം സ്വർഗീയ പിതാവേ. ആദ്യമായി പാട്ട് പാടി ദൈവം
ഹല്ലേലൂയ സ്തോത്രം ആടുകളും മരണങ്ങളും ഇത് നോയിക്കാലം മനസ്സിലാക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ അവിടെ നമ്മുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവന്റെ വചനത്താൽ ആത്മജീവിതം നയിക്കുവാനായി വേണം. ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവരാജ്യത്തിൽ ജീവിക്കാൻ വേണം. നമ്മെ ഒരുക്കിയെടുക്കേണ്ടതിനായി നമുക്ക് ദൈവജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഒരു പാട്ടുകൂടി പാടി ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. I
പ്രാർത്ഥനയോടായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൽ അവരെ അവിടുന്ന് ശക്തീകരിക്കണം. അവരെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാക്കണം. അതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ നമുക്ക് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ അനുഗ്രഹമായി നടക്കുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി സ്തോത്രം മുന്നോട്ട് പോകുവാൻ ആദ്യോടെ ദൈവത്തിൻ്റെ അത്യധികമായ സ്നേഹവും സാന്നിധ്യം നമ്മോട് ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സ്തോത്രം കുഞ്ഞനവാൻ്റെയും പിണവാൻ്റെയും സ്തോത്രം ഓരോരുത്തരായി നമ്മുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒന്നുമല്ലേ എന്ന് സമ്മതിച്ച് നിന്റെ കരങ്ങളിലേക്ക് സകലതും ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല മഹത്വം യേശുവിനെ കരയറ്റുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എന്റെ രാജാതി രാജാവേ നിനക്ക് സ്തോത്രം. കർത്താതി കർത്താവേ നിനക്ക് സ്തോത്രം. മഹത്വത്തിനുടയവനേ നിനക്ക് സ്തോത്രം. അത്ഭുതമാകിയേ നിനക്ക് സ്തോത്രം. വീരനാ ദൈവമേ നിനക്ക് സ്തോത്രം. സകല സ്തുതിക്ക് സ്തോത്രത്തിന് യോഗ്യനായിട്ടുള്ളവനെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ നാമത്തിൽ കൂടിയിരിക്കുന്ന ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. നിന്റെ ചുറ്റും നിന്റെ ദൂതന്മാർ കാവലുണ്ടായിരിക്കണമേ കർത്താവേ. അറിയാത്ത ജനത്തിന്റെ എല്ലാം കർത്താവേ നിന്നെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ വചനം കർത്താവേ ഞങ്ങളുടെ ആഴ്ച പദ്ധതി കർത്താവേ അനുപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. വെറുതെ കേൾക്കുന്നവരെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. വന്നേർന്ന ഓരോ വ്യക്തികളെ അവിടുന്ന് കാക്കണമേ, കരുതണമേ
ദൈവമേ നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ര സമയം ദുഷ്ടനെ ഇവിടെ പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കില്ല. ദുഷ്ടനെ കർത്താവെ ഞങ്ങൾ വേലി കിട്ടി മറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവദാസത്തിൽ വയ്ക്കുന്ന കർത്താവ് വലിയ ജനത്തിന് ആവശ്യമായ ദൂതുകൾ മകനെ നീ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ. നിന്റെ വചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാനായിട്ട് ഇവിടെ വന്നു ഞാൻ ഓരോരുത്തരും കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് വചനം കർത്താവ് ഞങ്ങളോട് ഓരോരുത്തരും സംസാരിക്കണമേ. കർത്താവ് കർത്താവ് അത്ര സമയത്ത് ദുർബലാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ അവിടുന്ന് എത്രയും വേഗം കൂട്ടിവരുത്തണമേ കർത്താവ്. അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ അവിടുന്ന് നടത്തി തരുവാനാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവ്. ദുർബലാൽ നിറയ്ക്കണമേ കർത്താവ്. വരുവാനുള്ളവരെ എത്രയും വേഗം കൂട്ടിവരണം. കാര്യങ്ങൾ പൊന്നേശ്വരാജ്ഞാമത്തിന് യാചിക്കുന്നു. സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. സ്തോത്രം. ഇന്ന് മുതൽ വരുന്ന 3 ദിവസക്കാലം നാം സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനങ്ങളെ പഠിക്കുവാൻ, സ്തോത്രം നമ്മൾ കർത്താവിനെ ആരാധിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ സ്തോത്രം ജീവിപ്പാൻ നാം ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ അവരോടെ കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. ആധുനിക ലോകത്തിൽ ബൈബിൾ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. സ്തോത്രം. പല നിലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും സ്തോത്രം ചെയ്യുന്നു ഇന്ന് ക്രിസ്തീയ കോളത്തിൽ വേദപുസ്തകം. എന്നാൽ സ്തോത്രം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ സ്തോത്രം എന്നെ ശ്രമിക്കുന്ന എന്നെ കാണുന്ന സ്തോത്രം ജനങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വെളിപ്പാട് അനുസരിച്ച് സ്തോത്രം വേദപുസ്തകത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിനോട് കൂടെ ജീവിക്കാൻ ആവശ്യമായ നിലയിൽ ദൈവവചനത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മെ അതിനായി ഒരുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കാണാതെ പഠിക്കുന്നവരുണ്ട്. സ്തോത്രം. അത് ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട്. ജീവിതത്തിൽ പകർത്തുവാൻ പരാജയപ്പെടുന്നവരുണ്ട്. സ്തോത്രം. ഇങ്ങനെ പല നിലയിലുള്ള ആളുകളുണ്ട്. ഒരിക്കലും എനിക്ക് വേദപുസ്തക സത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അവിടെ നടുവിൽ സ്തോത്രം ഒരു കാര്യം എനിക്ക് പൂർണ്ണമായും കഴിഞ്ഞ 22 വർഷക്കാലം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച ദിവസം മുതൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിശ്ചയമായും പറയുവാൻ കഴിയും, കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. പൂർണ്ണമായും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചു കർത്താവിന്റെ സ്തോത്രം വചനം പറയുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതെങ്ങനെ സാധ്യമാകും എന്നാണ് ഈ വേദ പഠന ക്ലാസ്സിൽ, അല്ലെങ്കിൽ സ്തോത്രം ഈ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കുന്ന ഈ സദസ്സിൽ സ്തോത്രം അത് വെളിപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരും സ്തോത്രം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വചനമർമ്മങ്ങളെ പകർന്നു തരുവാൻ, വചനത്തിന്റെ സ്തോത്രം അക്ഷയ മൂല്യങ്ങളെ ഒരിക്കലും ക്ഷയിക്കാത്ത വചനത്തിന്റെ ആ മർമ്മങ്ങളെ, വലിയ മൂല്യങ്ങളെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുള്ളവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇങ്ങനെ കർത്താവ് ഒരു അവസരം തന്നത് ഓർത്ത് സ്തോത്രം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജൂബിലി മിഷൻ ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സ്തോത്രം മാസം തോറും നടക്കുന്ന ഓരോ മാസത്തിലും 3 ദിവസം വീതം നടക്കുന്ന ബൈബിൾ പ്രോഗ്രാമിൻ്റെ, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൻ്റെ, അതോടൊപ്പം തന്നെ മിറാക്കിൾ മിനിസ്ട്രി എന്ന പേര് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആക്ച്വലി അങ്ങനെ തന്നെ സംഭവിക്കുന്ന ഈ മീറ്റിങ്ങിൽ സ്തോത്രം കടന്നു വരുവാൻ നമ്മളെ ദൈവം സഹായിച്ചു. അതിൻ്റെ ആരംഭ ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ ദൈവരാജ്യത്തെ അടിസ്ഥാനമാക്കി പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതും പഠിക്കുന്നതും സ്തോത്രം ഈ ഒരു നിലയിൽ ദൈവവചനത്തെ സമീപിക്കുന്നതും ഒരു വ്യക്തിക്ക് പ്രാക്ടിക്കലായി, പ്രായോഗികമായി തൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ വേഗത്തിൽ സ്വീകരിക്കുവാനും ദൈവവചന സത്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പൂർണ്ണമായും ലോകത്തിന്റെ മുമ്പിൽ നൽകുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഭരമേൽപ്പിക്കുമ്പോൾ ഞാൻ തികച്ചും അശക്തനാണ്.
അനേകം വേദപണ്ഡിതന്മാരുടെയും അനേകം കൃപയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ എനിക്ക് തരുന്ന ചെറിയ അല്പമാത്രമായ സ്തോത്രം, എടുത്തു പറയുവാൻ ഒന്നുമില്ലാത്ത ആ കഴിവുകളിൽ കർത്താവിനെ സ്തോത്രം ഞാൻ കണ്ട നിലയിൽ ഒന്ന് സ്തോത്രം പകർത്തുവാൻ മാത്രമാണ് ഈ വചനങ്ങളിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ സ്തോത്രം ഹല്ലേലൂയ മറ്റു വിവാദങ്ങൾക്കോ സ്തോത്രം ഹല്ലേലൂയ അല്ലെങ്കിൽ സ്തോത്രം ചർച്ചകൾക്കോ സ്ഥാനമില്ല. ഈ സ്തോത്രം ഈ പറയപ്പെടുന്നതായ വേദപുസ്തക സത്യങ്ങൾ നാം ഉപയോഗിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം വ്യക്തമായും സ്തോത്രം വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറ്റ് പുറത്ത് പോകാതെ ബൈബിൾ വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാതെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണമായും സ്തോത്രം പൂർണ്ണമായും ശക്തമായും സ്തോത്രം അത് വേർതിരിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ ശ്രമിക്കുന്നത്. അത് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാ കൃപ പകരുവാനും അനേക സ്തോത്രം രോഗികൾ സൗഖ്യമാകുവാൻ, ജീവിതത്തിൽ പലവിധമായ ബന്ധനങ്ങളിൽ കഴിയുന്നവർ, അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സ്തോത്രം തുടങ്ങിയ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഈ വചനധ്യാനം നടത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം വിടിവിക്കപ്പെടുന്നത്, അവർ അനുഗ്രഹം അനുഭവിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. സ്തോത്രം. ഇന്നത്തെ ക്ലാസിന്റെ പ്രാഥമിക പാഠത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഇബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് ഒരാൾക്ക് ശബ്ദമെഴുതി വായിക്കാം. ഇബ്രായർക്ക് എഴുതിയ ലേഖനം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതുള്ളൂ. ഈ വാക്യം വളരെ സുപരിചിതമാണ്. എബ്രായർക്ക് ഹീബ്രു ചാപ്റ്റർ 11 verses 6. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും സ്തോത്രം തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ വാതിൽ എന്ന നിലയിൽ വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന ഒരു വചനഭാഗമാണ്, തിരുവചന ഭാഗമാണ് ഇവിടെ വായിക്കപ്പെട്ടത്. അവിടെ സ്തോത്രം എബ്രായ ലേഖനകാരൻ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ഒന്നാമതായി അവൻ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസം ദൈവം ഉണ്ട് എന്ന വിശ്വാസമാണ്. അപ്പോൾ ദൈവത്തിന്റെ അരികിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിന്, അല്ലെങ്കിൽ സ്തോത്രം ഒരു ദൈവമകന്, ദൈവമകൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ അവനിൽ ആദ്യമായി അല്ലെങ്കിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ട ഗുണം അവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഒരു ഒന്നാമത്തെ വിശ്വാസം. രണ്ട് മാത്രമല്ല, രണ്ടാമതൊരു വിശ്വാസം കൂടി പറയുന്നു. സ്തോത്രം. അത് ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. സ്തോത്രം. ആർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തിന്റെ അരികിൽ ചെന്നൊരു മനുഷ്യൻ കാണുവാൻ കഴിയാത്ത ദൈവത്തെ ഉണ്ട് എന്ന് ഒന്നാമതായി വിശ്വസിക്കുകയും, രണ്ടാമതായി അവൻ സ്തോത്രം ആ ദൈവത്തെ അന്വേഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുകയും വേണം. ഈ രണ്ട് വിശ്വാസങ്ങൾ അദൃശ്യങ്ങളാണ്, കാണുവാൻ കഴിയാത്തതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, അത്ഭുതവാനായ ദൈവം, ലോകമാകെ തന്റെ സൃഷ്ടികളിൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസമാകുന്ന ദൈവം. സ്തോത്രം. ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പലരും പല വിധത്തിലാണ് ദൈവത്തെ സ്തോത്രം വ്യാഖ്യാനിക്കുക. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം ആത്മാവാണ്. അവന് നിയതമായ രൂപമില്ല, അവന് നിയതമായ ഭാവമില്ല.
സ്തോത്രം, അവൻ തന്റെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ തന്റെ സ്തോത്രം താൻ സൃഷ്ടിച്ചതായ പ്രപഞ്ചം മുഴുവൻ അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അദൃശ്യനാണ്, അവനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവം ആത്മാവാകുന്നു, ദൈവം സ്തോത്രം വെളിച്ചം ആകുന്നു, അതുപോലെ ദൈവം സ്നേഹമാകുന്നു. ഇങ്ങനെ 3 ഡെഫിനിഷനിലൂടെ വേദപുസ്തകം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നാം അധികവും കേട്ടിരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുവാൻ ലോകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ദൈവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ ഓർമ്മയിൽ ഓടി വരുന്നത് സ്നേഹവാനായ ഒരു ദൈവത്തെ കുറിച്ചല്ല. എന്നാൽ കൊല്ലുന്നവനായ ദൈവം, പ്രതികാരം ചെയ്യുന്നവനായ ദൈവം, രക്തം കുടിക്കുന്നവനായ ദൈവം, ഇങ്ങനെ അനേക ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് വിവിധമായ നിലകളിലാണ്. ഭൂമിയിൽ മതങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നു. പല വിധത്തിൽപ്പെട്ട മതങ്ങൾ ദൈവത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് സ്തോത്രം ഓരോ ദിവസവും പുതിയതായ പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകുന്നു. എന്നാൽ ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ രൂപപ്പെട്ടു വന്ന ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ വേദപുസ്തകം, തിരുവചന സത്യം വ്യക്തമായി ദൈവത്തെ വ്യാഖ്യാനിക്കുന്നു. അത് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ അവന് സ്വീകരിക്കുവാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ബൈബിൾ ദൈവത്തെ വ്യക്തമായി വ്യാഖ്യാനിക്കുന്നു. ഈ ദൈവത്തെ ഒരു വ്യക്തിക്ക് ആരാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് അവൻ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അവൻ ഉണ്ട് എന്ന് ഒന്നാമതായി വിശ്വസിക്കണം എന്ന് ഇബ്രായ ലേഖനകാരൻ പറയും. അപ്പോൾ കാണാൻ കഴിയാത്ത ദൈവത്തെ ദൈവം ഉണ്ട് എന്ന് സങ്കല്പിക്കുക, വിശ്വസിക്കുക, ഇല്ലാത്ത ഒന്നിനെ ഉള്ളതുപോലെ കാണുക, സ്തോത്രം, അല്ലെങ്കിൽ ദൃശ്യമല്ലാത്ത ഒന്നിനെ ദൃശ്യം എന്നതുപോലെ കാണുക. അതാണ് ഒന്നാമത്തെ വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വിശ്വാസത്തിൽ നമുക്ക് ദൃശ്യമല്ല, ദൈവത്തെ നമുക്ക് ദൃശ്യമല്ല. അപ്പോൾ നാം നമ്മുടെ മനസ്സിൽ ഒന്നാമതായി സ്തോത്രം നാം ദൈവത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ആദ്യമായി പ്രാഥമികമായി നമുക്ക് ഉണ്ടാകേണ്ടത് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അത് കാണാൻ കഴിയാത്തതാണ്, സ്തോത്രം, അത് ആരെയും ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ്. എന്നാൽ ദൈവത്തിന്റെ അരികിൽ വരുന്ന വ്യക്തിക്ക് പ്രാഥമികമായി ആ വിശ്വാസം ഉണ്ടാകണം. 2, ആർ ദൈവത്തെ അന്വേഷിക്കുന്നുവോ അവർക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നുണ്ട്, സ്തോത്രം. അല്ലെങ്കിൽ അവൻ പകരം അവർ ആവശ്യപ്പെടുന്നത് ദൈവം നീതിമാനായ ദൈവമാണ്, അവന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. വേദപുസ്തകം പറയുന്നു അവൻ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം, കൃത്യമായി ഓരോ ചരാചരങ്ങൾക്കും വേണ്ട ആഹാരം നൽകുന്നവനായ ദൈവം എന്ന് വേദപുസ്തകം പറയുന്നു. ആ ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. ആ വിശ്വാസവും ദൃശ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അദൃശ്യമായ 2 വിശ്വാസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള, അല്ലെങ്കിൽ സ്തോത്രം നാം ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ആദ്യ പടിയിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. ഇത് 2 അദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അദൃശ്യമായ 2 പടികൾ. അദൃശ്യമായ 2 പടികളിൽ നിന്നുകൊണ്ട് അവിടെ മൂന്നാമതൊരു കാര്യം പറയുന്നു, സ്തോത്രം, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. ഉദാഹരണമായി സ്തോത്രം, ക്യാൻസർ ബാധിച്ച, അല്ലെങ്കിൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നുവെങ്കിൽ ദൈവം ഉണ്ടെന്ന് അവൻ ഒന്നാമതായി വിശ്വസിക്കണം. 2ാമതായി സ്തോത്രം ആ ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കുവാൻ, ലോകത്തിലെ ട്രീറ്റ്മെന്റുകളൊന്നും കൂടാതെ അതിനെ സ്തോത്രം അതിനെ സൗഖ്യമാക്കുവാൻ, അതിനെ സുഖമാക്കുവാൻ, അതിനെ സ്തോത്രം ക്യൂർ ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും എന്നവൻ 2ാമത് വിശ്വസിക്കണം. 3ാമത് ഈ 2 വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ അദൃശ്യമായ നിലയിൽ നിൽക്കുന്ന ദൈവിക വിശ്വാസത്താൽ അവൻ അനുഭവിക്കുന്നതായ സൗഖ്യം, അവന് വരുന്നതായ രോഗസൗഖ്യം, അവന് വരുന്നതായ സ്തോത്രം വ്യത്യാസത്തിലൂടെ അവൻ ദൈവത്തെ തിരിച്ചറിയുവാനായി 3ാമത്തെ പടി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ദൃശ്യമായതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനകാരൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം
ദൈവത്തിന്റെ അരികിൽ ചെന്നവന് സ്തോത്രം 2 ക്വാളിറ്റി വേണം, 2 ഗുണം വേണം. ആ 2 ഗുണങ്ങൾ സ്തോത്രം അത് കാണുവാൻ കഴിയുന്നതല്ല, അത് മനുഷ്യർക്ക് പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അവൻ എന്തു ചെയ്യണം? ദൈവത്തിന് സ്തോത്രം, അവൻ ഹല്ലേലൂയ ഒന്നാമതായി വിശ്വസിക്കണം. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനും ദൈവം ഉണ്ട് എന്നും അവൻ വിശ്വസിക്കണമെന്ന്. മൂന്നാമത്തെ കാര്യം അവന് കാണാം, അവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് അവൻ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ, ആ പ്രതിഫലത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുമ്പോൾ, അവന്റെ കയ്യിൽ ദൈവം കൊടുക്കുന്നതായ പ്രതിഫലത്തെ അവൻ കണ്ടുകൊണ്ട് ഈ ദൈവം ഉണ്ട് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അനേകർ പല വിധത്തിൽ ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവമക്കളായ നാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ നാം പലപ്പോഴും പലരും വികലമായ ദൈവസങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്നത് കാണുവാനിടയായിട്ടുണ്ട്. ഇന്ന് അസന്നിഗ്ധമായി ഈ ക്ലാസ്സിലൂടെ ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചന സത്യം, ദൈവം എന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. സ്തോത്രം. മനുഷ്യന് ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയാത്തതാണ്. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് ഒരിക്കലും സൃഷ്ടികർത്താവിനെ അപഗ്രഥിക്കാൻ കഴിയില്ല. സൃഷ്ടിക്ക് സൃഷ്ടികർത്താവിനെ അപഗ്രഥിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ചോ, ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ചോ, ദൈവത്തിന്റെ സ്തോത്രം കഴിവുകളെ കുറിച്ചോ ഒന്നും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. അത് സ്തോത്രം അത്രയേറെ ബൃഹത്താണ്, അത്രയേറെ വലിപ്പമേറിയതാണ്, അത്രയേറെ മനോഹരമായതാണ്, അത്രയേറെ അത്ഭുതാവകമാണ്. അത് മാത്രമല്ല, ദൈവമില്ലാത്ത ഒരു നിമിഷം പോലും ഇന്നയോളം ഭൂമിയിലോ ഈ ചരാചരങ്ങളിലോ പ്രപഞ്ചത്തിലോ ഉണ്ടായിട്ടില്ല. സാധ്യമായ അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വരുന്ന ഘട്ടം മുതൽ ഒരു മനുഷ്യന്റെയോ ഒരു ചരാചരത്തിന്റെയോ ഈ നിലയിലേക്ക് വരുന്ന സമയം മുതൽ ദൈവം ഉള്ളവനാണ്, ദൈവം നിലനിൽക്കുന്നവനാണ്. ദൈവം ഇല്ലാത്ത ഒരു നിമിഷം പോലും ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് സങ്കല്പിക്കുവാൻ കഴിയുകയില്ല. വേദപുസ്തകം പറയുന്ന അടിസ്ഥാന സത്യങ്ങളെ നാം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം ദൈവത്തെ കുറിച്ച് പറയുന്നത്, അവിടെ സ്തോത്രം ദൈവം ആരാകുന്നുവെന്നാണ്. ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ സുവിശേഷം സ്തോത്രം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് ബൈബിൾ വാക്യമായിരിക്കുകയും ആത്മാവാകുന്ന ദൈവത്തെ സ്തോത്രം വിഗ്രഹാരാധനയിലൂടെ ബോധ്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദൈവമക്കൾ ഉണ്ടെന്നുള്ളത് തികച്ചും ഖേദകരമായ കാര്യമെന്ന് തന്നെ പറയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അസന്നിഗ്ധമായി ദൈവത്തിന്റെ തിരുവചനം വെളിപ്പെടുത്തുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ദൈവത്തിന്റെ ക്വാളിറ്റി ദൈവം ആത്മാവാകുന്നു എന്നുള്ളതാണ്. ആത്മാവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുകയില്ല. ആത്മാവിനെ കുറിച്ച് യേശു കർത്താവ് തന്റെ പ്രഭാഷണത്തിൽ, അല്ലെങ്കിൽ തന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന നിക്കോദമസ് എന്ന മനുഷ്യനോട്, എന്ന ഉപദേഷ്ടാവിനോട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കാറ്റ് എവിടെ നിന്ന് വരുന്നു, അത് എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല, എന്നാൽ അതിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് കാറ്റിനെ തിരിച്ചറിയാം. അതുപോലെ ആത്മാവാകുന്ന ദൈവത്തെ നമുക്ക് സ്വന്തം കണ്ണുകൾ കൊണ്ട്, അല്ലെങ്കിൽ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവനെ കാണുവാനോ, അവന് സ്തോത്രം ആ ദൈവത്തെ കണ്ടറിയുവാനോ സാധിക്കുകയില്ല. എന്നാൽ അവനെ അനുഭവിച്ചറിയുവാൻ കഴിയും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ 2 അദൃശ്യമായ വിശ്വാസങ്ങളുടെ മുകളിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന മൂന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒന്നാമത് ദൈവം ഉണ്ടായെന്നും രണ്ടാമത് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്ന മനുഷ്യന് മൂന്നാമത്തെ അതിന്റെ ഫലമായ സ്തോത്രം, അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അവന് പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തെ തലത്തിൽ അവൻ കാണുന്ന മറുപടിയിലൂടെ സ്തോത്രം ആത്മാവാകുന്ന ദൈവത്തെ അവൻ മനസ്സിലാക്കണം എന്ന് ദൈവം നിശ്ചയിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 19:1. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സ്തോത്രം. ഇത് രണ്ടും ദൈവത്തിന്റെ 2 ഭാവങ്ങളെ കാണിക്കുന്നു. ഒന്ന്, ആകാശം ദൈവത്തിന്റെ മഹത്വമാകുന്നു,
ദൈവം മഹത്വവാനെന്ന് എപ്പോഴും സംസാരിക്കുന്നു ഇത് കാണുവാൻ നാം ആകാശത്തിലേക്ക് നോക്കിയാൽ മതി. 2, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കരവിരുതുകൊണ്ട് അത്ഭുതങ്ങൾ കാട്ടുന്ന മനുഷ്യനേക്കാളും കരവിരുതുകൾ കൊണ്ട് അനേക അനുഗ്രഹങ്ങളും നന്മകളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന മനുഷ്യനേക്കാൾ ഏറ്റവും അതിയായി ഒരിക്കലും മനുഷ്യന് കഴിയാത്ത തരത്തിൽ ആകാശ വിധാനത്തിന്റെ കൈവേലയെ ചെയ്തു പൂർത്തീകരിച്ചിരിക്കുന്ന ദൈവത്തെ കാണുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ആ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ പറയപ്പെടുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവും ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേതായി ദൈവം വെളിച്ചം ആകുന്നു. ഇത് പറയുന്നത് 1 യോഹന്നാൻ 1:5 ആണ്, അല്ലെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ സ്തോത്രം. ദൈവം വെളിച്ചം ആകുന്നു. ദൈവം വെളിച്ചമാകുന്നു. അവന് ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത. ഇത് യോഹന്നാൻ യേശുവിനോടൊപ്പം സ്തോത്രം 3.5 വർഷക്കാലത്തെ തന്റെ ശുശ്രൂഷയിൽ, ഐഹിക ലോകത്തിലെ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച യേശു കർത്താവിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഏറ്റവും ഇന്റിമേറ്റായ 3 ശിഷ്യന്മാരിൽ ഒരുവനായ യേശുവിനെ അത്യധികം സ്നേഹിച്ച യോഹന്നാൻ പറയുകയാണ്, ദൈവം വെളിച്ചമാകുന്നു. ഇതിന് ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ നിങ്ങൾ സ്തോത്രം വീണ്ടും വരാം. സ്തോത്രം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കും. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അപ്പോൾ ഇവിടെ വെളിച്ചം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ തിന്മയല്ല, അല്ലെങ്കിൽ ദുഷ്ടമായ പ്രവൃത്തികൾ, ദുഷ്ടതയുള്ള പ്രവൃത്തികൾ ഒന്നും ദൈവത്തിൻ്റെതല്ല. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സ്തോത്രം താൻ സഞ്ചരിക്കുമ്പോൾ, താൻ യോർദാനിലൂടെയും താൻ ഹല്ലേലൂയ യെരൂശലേമിലൂടെയും അതുപോലെ ഗലീല പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ യേശു കർത്താവ് മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു, പുറമേ ഉള്ളതൊന്നും നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല, നിങ്ങളെ അശുദ്ധമാക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ. ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരുടെ ഇടയിൽ നടപ്പിലുള്ള ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണം, ദൈവത്തിന് സ്തോത്രം, അവിടെ യേശു കർത്താവ് വ്യാഖ്യാനിക്കുന്നു. മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയും. മോഷണം അതിന്റെ 21 മുതൽ വായിക്കാം. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇത് ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് സ്തോത്രം, അല്ലെങ്കിൽ തിന്മയുടെ പ്രവൃത്തികളാണ്. ഇതൊരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവനിൽ സ്തോത്രം ദൈവം വർത്തിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ മകനാകുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന അപ്പന്റെ മക്കൾ. സ്തോത്രം. ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ വന്നു. പിതാവിനെ കുറിച്ച് പറയുവാൻ നിങ്ങളുടെ അരികിൽ വന്ന നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. എന്നാൽ ഒരുവൻ സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ, ഈ സ്വഭാവങ്ങളുടെ എല്ലാം വിളനിലമായ അന്തിക്രിസ്തു സാത്താൻ അന്ത്യകാലത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ പെട്ടെന്ന് സ്വീകരിക്കുകയും എന്നെ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്ന് യേശു കർത്താവ് മുന്നമേ സ്തോത്രം വ്യക്തമാക്കി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് സ്തോത്രം ഈ ക്ലാസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഇടയ്ക്ക് ഇതൊന്ന് കാണിച്ചെന്ന് മാത്രം. വെളിച്ചം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവമാകുന്ന നന്മ. ദൈവം നന്മയാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സന്തോഷമാകത്തെ പ്രദാനം ചെയ്യുന്നു, ദൈവം സമാധാനത്തെ നൽകുന്നു. അത് 3 കാര്യങ്ങളും സ്വർഗീയമായതാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രമുള്ളതാണ്. ഈ പ്രവൃത്തികളെ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ സ്തോത്രം വായിക്കാൻ നിങ്ങൾ കഴിയും.
തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ വെളിച്ചത്തിലേക്ക് വരുന്ന പ്രവൃത്തി ഒരു മനുഷ്യന്റെ സ്നേഹത്തെ എല്ലാവർക്കും മനസ്സിലാക്കത്തക്കവണ്ണം വെളിവായിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യർ അത് ഗൂഢമായി ചെയ്യുന്നു, അത് മറച്ചു വെച്ച് ചെയ്യുന്നു. സ്തോത്രം, അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ഇതിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നന്മയുടെ ഉറവിടമാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യർ കാണുന്നതായ നന്മകൾ, സ്തോത്രം, അല്ലെങ്കിൽ മനുഷ്യന്റെ നല്ല ഭാവങ്ങൾ ദൈവത്തിൽ കാണുവാൻ കഴിയും. മൂന്നാമതായി ദൈവം ത്തിനൊരു നിർവചനം കൊടുത്താൽ ബൈബിൾ പറയുന്ന നിർവചനം ദൈവം സ്നേഹമാകുന്നു എന്നാണ്. 1 യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ഇവിടെ അടിവരയിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നാം വായിച്ച 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ഉണ്ട് എന്ന് ഒരുവൻ വിശ്വസിക്കണം. ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. 2-ാമത്തെ പടി, അവൻ പ്രതിഫലം കൊടുക്കുന്നവനാകുന്നു എന്ന് വിശ്വസിക്കണം. 3-ാമത്തെ പടി, സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ ഒരിക്കലും, സ്തോത്രം, ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും. വീണ്ടും, സ്തോത്രം, ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാം. ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ദൈവം പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. അതുപോലെ ദൈവത്തിന്റെ അനേക ഗുണഗണങ്ങളെല്ലാം വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാം, സ്തോത്രം, ഒരു കാര്യം മാത്രം പറയുന്നു, ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി ആർക്കും ആ ദൈവത്തെ കാണുവാൻ കഴിയുകയുമില്ല. എന്നാൽ എങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തെ കാണുവാൻ കഴിയും? ഇത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ദൈവമല്ലാത്തവയെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുന്നവരായ ദൈവജനം, അവർ ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തെ എങ്ങനെ കാണുവാൻ കഴിയും? ആ ദൈവത്തെ എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും? ആ ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ആരാണ്? എവിടെ നിന്ന് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു? എന്തിനെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു? ഇവിടെ നിന്ന് ഞാൻ എവിടേക്ക് പോകും? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ലഭിക്കുമ്പോൾ ദൈവം ആരെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഇത് ഓരോ മനുഷ്യനും പഠിച്ചിരിക്കേണ്ടതായ തിരുവചന ഭാഗമാണ്, തിരുവചന സത്യമാണ്. ഒരു ദൈവം മാത്രമേ ഭൂമിയിൽ ഉള്ളൂ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉള്ളൂ, ഭൂമിയിലുള്ളൂ. സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഏക സത്യ ദൈവം, ആ ദൈവം ആത്മാവാകുന്നു എന്ന് തിരുവചനം അസന്നിഗ്ധമായി വെളിപ്പെടുത്തുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവം ആത്മാവാണ്. ഈ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരെങ്കിലും ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവൻ ഫോഴ്സ് പറയുന്നു, അവന് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ കാണുവാൻ കഴിയാതെ? സ്തോത്രം, അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പ്രസക്തമായ ചോദ്യങ്ങൾ മുന്നിൽ വരുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ആരാണ്? സ്തോത്രം, ഞാൻ എന്ന മനുഷ്യൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്തിനീ ഭൂമിയിലായിരിക്കുന്നു? 50-60 വർഷം ഞാൻ ഇവിടെ ജീവിക്കുന്നു. ഞാൻ, സ്തോത്രം, ഉണരുകയും ഉറങ്ങുകയും, അല്ലെങ്കിൽ പകലും രാത്രിയും കണ്ട് ഉണ്ടും ഉറങ്ങിയും എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്ത്, സ്തോത്രം, അധ്വാനിച്ചും വിശ്രമിച്ചു ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തങ്ങളാണെന്ന് നമുക്ക് ദൈവമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. സ്തോത്രം, ആ ചോദ്യങ്ങളുടെ മറുപടി എത്തുമ്പോൾ നാം പൂർണ്ണമായിട്ടും ദൈവത്തെ അറിയുകയും ആ ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ആ ദൈവത്തെ, സ്തോത്രം, അനുഭവിച്ചറിയുകയും ചെയ്യുവാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ വേദ പഠനം, അല്ലെങ്കിൽ, സ്തോത്രം, വേദപഠിതാക്കൾ പല നിലകളിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, പല നിലകളിൽ, സ്തോത്രം, അതിനെ പഠിതാക്കൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് പലർക്കും യഥാർത്ഥമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. ഞാൻ ഹൈന്ദവ മതവിശ്വാസത്തിൽ ജനിക്കുകയും എൻ്റെ 22ാമത്തെ വയസ്സ് വരെ വളർത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ജനിച്ചു, അവിടെ വളർത്തപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി തലത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണമിടയായി. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായും പറയുവാൻ കഴിയും, എൻ്റെ അന്വേഷണങ്ങളിൽ പഠനങ്ങളിൽ ഒരു മതത്തിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നവനല്ല. സ്തോത്രം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവം ആരെന്ന് അന്വേഷിച്ച് വിവിധ മതഗ്രന്ഥങ്ങളിലൂടെ വിവിധ ഇടങ്ങളിലൂടെ സ്വന്തം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാരുണ്യവാനായ സ്നേഹവാനായ ആ ദൈവം തന്നെ ഒരിക്കൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഞാനാകുന്നു നിന്റെ ദൈവം, ഞാനാകുന്നു നിന്റെ സൃഷ്ടിതാവ്, ഞാനാകുന്നു നിന്റെ കർത്താവ്. ആ ശബ്ദത്തിന് മുമ്പിൽ മറുത്തൊരു വാക്ക് പറയുവാൻ കഴിയാതെ വണ്ണം ഞാൻ അശക്തനായിരുന്നു. സ്തോത്രം. ആ അറിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയും ആ ദൈവത്തെ ആരാധിക്കുവാനും അവനിൽ വിശ്വസിക്കുവാനും അവന്റെ അത്ഭുതങ്ങൾ കാണുവാനും എൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ പോകുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ അത്ഭുതവാനായ ദൈവത്തെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുവാനും എനിക്ക് കഴിയുന്നതാർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പഠനയാത്രയിൽ കഴിഞ്ഞ 22 വർഷത്തെ ദൈവം ആര് എന്നുള്ള അന്വേഷണത്തിൽ എൻ്റെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വന്നതായ ചില സത്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ ബൈബിൾ ക്ലാസിൻ്റെ ആകത്തുക. തിരുവചന സത്യം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിനെ ലിബറലായി അല്ലെങ്കിൽ വേദവിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രകാരം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അനേകം റഫറൻസ് ബൈബിളുകൾ കിട്ടും. ഈ റഫറൻസ് ബൈബിളുകൾ വായിച്ചാൽ വേദപുസ്തകത്തിൽ എത്ര വാക്യമുണ്ട്, സ്തോത്രം, എത്ര വാക്കുകളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് തുടങ്ങി അതിൻ്റെ ചരിത്രരേഖകൾ, അതിനെ എപ്പോഴെഴുതി, ആരെഴുതി, എങ്ങനെ എഴുതി, സാധ്യതകൾ, അസാധ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഞാൻ ഈ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു തലത്തിൽ പഠിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം നിനക്ക് എന്ത് നൽകുന്നു? ഈ വേദപുസ്തകത്തിൻ്റെ സത്യം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? നിന്നെ എങ്ങനെയാണ് മുന്നോട്ട് നടത്തേണ്ടത്? ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വെച്ചുകൊള്ളണം. നീ ഇന്ന് കേട്ട വചനങ്ങളെ നീ സ്വീകരിക്കുകയും ആ വചനത്തിൽ വിശ്വസിക്കുകയും നീ ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മനുഷ്യൻ ദൈവ പൈതലാകുമ്പോൾ അവൻ അത്യധികമായ ശക്തിയുടെ ഉറവിടമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ശക്തിയെ കുറിച്ച് ബോധ്യമാക്കുവാൻ അനേകർ എന്നും ക്രിസ്ത്യാനികളായി ജീവിച്ചിട്ട് ജീവിതത്തിൽ നേട്ടങ്ങളോ അനുഗ്രഹങ്ങളോ നന്മകളോ പ്രാപിക്കാൻ പലപ്പോഴും പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട് രോഗദുഃഖങ്ങൾക്ക് അടിമപ്പെട്ട് പലവിധമായ നിന്ദകളിലൂടെ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതായ ഈ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം ആരാണ്. പ്രാഥമികമായ അല്പകാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വേദപുസ്തകം നിങ്ങൾ ആദ്യന്തം സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സത്യം തന്നെ എന്ന് മനസ്സിലാക്കും. ആത്മാവാകുന്ന ദൈവത്തെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും? ആർക്ക് കാണുവാൻ കഴിയും? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം സ്തോത്രം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, വായിക്കാം. ആദ്യം മുതൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 1 മുതൽ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവവചനം. ഒന്ന്, ദൈവത്തെക്കുറിച്ച് നാം പഠിച്ചു. ദൈവത്തെക്കുറിച്ച് പ്രാഥമികമായി അല്പകാര്യങ്ങൾ പഠിച്ചു. അതിൽ 3 പ്രത്യേകതകൾ പഠിച്ചു. ഒന്ന്, സ്തോത്രം, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. 2, ഗോഡ് ഈസ് ലൈറ്റ്. 3, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹമാകുന്നു. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സ്തോത്രം നാം യോഹന്നാൻ സുവിശേഷം വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും
വിഭജിച്ചിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളിലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ പറയുന്നു, സ്തോത്രം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്താണ് വചനം? ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട വചനം. അതിന് കുറച്ചുകൂടി ഒരു വിശദീകരണം നൽകിയാൽ, ദൈവ വചനം എന്നത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും യേശു കർത്താവിലൂടെയും ഒക്കെ വെളിപ്പെട്ടിട്ടുള്ളതായ വചനങ്ങളാകുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളതായ വിശ്വാസ വാക്യങ്ങളാകുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിന് അസ്തിത്വമുണ്ടെന്നും ദൈവത്തിന് ആഴത്വമുണ്ടെന്നും ദൈവം ജീവിക്കുന്നു എന്നും ദൈവം സത്യമാണെന്നും നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരും. മനസ്സിലാക്കുക, ദൈവം സത്യമാകുന്നു, ദൈവം ജീവിക്കുന്നു, ദൈവത്തെ നമുക്ക് ദർശിക്കുവാനാകും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനാകും, നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനാകും. സ്തോത്രം. ഇതൊക്കെയും നമുക്ക് മനസ്സിലാകത്തക്ക വണ്ണം ദൈവത്തിൻ്റെ വചനം നമുക്ക് തെളിവായി നിൽക്കുന്നു. ദൈവത്തെ അറിയുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ട്. ദൈവത്തിൽ ലോകത്തിൽ അനേകം വേദഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അനേകം ദൈവത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സ്തോത്രം ഗ്രന്ഥങ്ങളുണ്ട്. പല മതങ്ങളുടെയും ഗ്രന്ഥങ്ങളുണ്ട്. അവയൊക്കെയും ഒരു പഠന വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പഠിക്കുവാൻ ആഗ്രഹം ഉണ്ട് എന്നുള്ള നിലയിൽ അനേകം മതങ്ങളുടെയും സ്തോത്രം തത്വസംഹിതകൾ പഠിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ജീവിതത്തിൽ ആ തത്വസംഹിതകളിൽ നിന്നെല്ലാം ബൈബിളിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി എൻ്റെ വ്യക്തിജീവിതത്തിൽ മനസ്സിലായി. വേദപുസ്തകം ഒരു മനുഷ്യനാൽ വിരചിതമായതല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യൻ എഴുതിയതല്ല. രാമായണമോ മഹാഭാരതമോ അല്ലെങ്കിൽ ഖുറാനോ മറ്റ് ഇതര മതഗ്രന്ഥങ്ങളെല്ലാം ഏതെങ്കിലും ഏകനായ ഒരു വ്യക്തിയുടെ ജീവിതകാലത്തിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാടുകളായിരിക്കെ വേദപുസ്തകം അല്ലെങ്കിൽ തിരുവചനം അല്ലെങ്കിൽ സത്യവേദ പുസ്തകം അതിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നു. അത് ദൈവനിശ്വാസീയമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവനിശ്വാസീയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 1600 പരം വർഷങ്ങൾ കൊണ്ട് വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ നിലകളിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തരായ മനുഷ്യരിലൂടെ, ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ സത്യവേദ പുസ്തകം, ഇത് ഒരു ദിവസം കൊണ്ട് ഒരു വ്യക്തിയാൽ വിരചിതമായതല്ല. ഒരു മനുഷ്യന്റെ ജീവകാലഘട്ടമായ 70 80 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ 100 120 വർഷത്തിനുള്ളിൽ രൂപപ്പെട്ടതല്ല. ഏതാണ്ട് 1600 പരം വർഷങ്ങളായി വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ സംസ്കാരങ്ങളിൽ, സ്തോത്രം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ അഭിരുചികളിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തരായ മനുഷ്യർ. ആ മനുഷ്യരിലേക്ക് ദൈവം, അല്ലെങ്കിൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവെന്ന് നാം പറഞ്ഞ വിവക്ഷിച്ച ഈ ദൈവം തന്റെ ശക്തിയെ തെളിയിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് അവന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഉദാഹരണം, ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതായി, അല്ലെങ്കിൽ ആകാശവും ഭൂമിയും അതിലെ ചരാചരങ്ങളും എല്ലാം ഓരോ ദിവസവും ദൈവം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്നതായി നമ്മൾ കാണും. അതിന്റെ 6ാമത്തെ ദിവസം വരുമ്പോൾ, 6ാമത്തെ ദിവസത്തിൽ മൃഗങ്ങളെയും പക്ഷികളെയും സ്തോത്രം, പിന്നീടോ ഹല്ലേലൂയ അതിന്റെ അവസാനമായി മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ വചനത്തിലൂടെ. വളരെ ശ്രദ്ധിക്കണം, പ്രാഥമികമായ ഒരു വചനഭാഗം നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ മാത്രമേ, പ്രാഥമികമായി ഞാൻ ഈ പറയുന്ന ദൈവവചന സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു എങ്കിൽ മാത്രമേ തുടർന്നുള്ള ശുശ്രൂഷകൾ, അല്ലെങ്കിൽ തുടർന്നുള്ള പഠന ക്ലാസ്സുകൾ നിങ്ങൾക്ക് സമ്മതിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും
അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നിങ്ങൾക്ക് ഒരു അത്ഭുത വ്യക്തി അല്ലെങ്കിൽ യേശു ജീവിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാഥമിക പാഠം നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൈവമാരാണ്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ നിങ്ങൾക്ക് കാണാം. അതെല്ലാം നിങ്ങളുടെ പഠന ഭാഗങ്ങൾക്കായി ഞാൻ വിട്ടുതരികയാണ്. ദൈവം സ്തോത്രം ആത്മാവാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, വെളിച്ചത്തിന് വ്യാഖ്യാനം തന്നു, മനുഷ്യന്റെ നന്മ പ്രവൃത്തികൾ. എന്നാൽ മനുഷ്യനിൽ ഈ നന്മ പ്രവൃത്തികൾ അധികമില്ല, അധികം തിന്മ പ്രവൃത്തികളാണ്. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. വീണ്ടും നമ്മൾ പഠിച്ചു, ദൈവത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ അവന്റെ വചനത്തിലൂടെ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ അനേകം മതഗ്രന്ഥങ്ങളുണ്ട്. ആ മതഗ്രന്ഥങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകം മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അതൊരു വ്യക്തിയാൽ വിരചിതമായതല്ല. മറ്റനേക മതഗ്രന്ഥങ്ങളും ഒരു വ്യക്തിയുടെ ജീവകാലഘട്ടത്തിൽ ആ വ്യക്തിയുടെ വെളിപ്പാടുകൾ ആ വ്യക്തിക്ക് ലഭിച്ച സ്തോത്രം അറിവുകളിൽ നിന്ന് മാത്രം രൂപപ്പെട്ടിരിക്കുമ്പോൾ വേദപുസ്തകം അങ്ങനെ അല്ല എന്ന് ആദ്യമേ തെളിയിക്കുന്നു. മനുഷ്യ ചരിത്രം മുതൽ, മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ള ആ സംഭവങ്ങളുടെ ചരിത്ര സംഗ്രഹമായി അല്ലെങ്കിൽ മാനവ ചരിത്രമായി നമുക്ക് കർത്താവിന്റെ തിരുവചനത്തെ സ്വീകരിക്കുവാൻ കഴിയും. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഇത് എഴുതിയത് 40-ൽ പരം ആളുകൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത നിലവാരങ്ങളിൽ ജീവിച്ചിരുന്നവരായ സ്തോത്രം മനുഷ്യർ. അവർ തമ്മിൽ കണ്ടിട്ടില്ല, പലരും തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പലരും ആയിരക്കണക്കിന് വർഷങ്ങൾ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്നവർ. അവരെല്ലാവരും ഇതിനകത്ത് ക്രമമായി പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ അവർ എഴുതുമ്പോൾ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും മനസ്സിലാകും, ഒരു മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ എപ്രകാരം എഴുതിയിരിക്കുന്നു അതുപോലെ ഒന്നിനോടൊന്ന് അടുക്കി വളരെ ക്രമമായും വ്യക്തമായും വെളിപ്പെടുത്തിയിരിക്കുന്ന 1600 വർഷങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ വിരചിതമായിരിക്കുന്ന ഈ വേദപുസ്തകം അല്ലെങ്കിൽ ഈ തിരുവചനം ഇത് ദൈവനിശ്വാസീയമാണ്, അല്ലെങ്കിൽ അത്ഭുത ശക്തി അടങ്ങുന്നതാണ്. സ്തോത്രം. അതിന് നാം ഒന്നാമതായി ദൈവത്തിന് നന്ദി പറയണം. ദൈവവചനത്തെ കുറിച്ച് നിങ്ങൾ ശരിയായി സ്തോത്രം റഫറൻസ് ഗ്രന്ഥങ്ങൾ കണ്ടെത്തി നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ കുറിച്ചും അതിന്റെ ചരിത്ര ഭാഗങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എന്റെ പഠന ഭാഗങ്ങൾ അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ കുറിച്ച് ഞാൻ പ്രാഥമികമായി പറഞ്ഞു. ദൈവത്തെ അറിയുവാൻ, അവന്റെ വചനത്തെ ആശ്രയിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു. ദൈവ വചനം എന്നാൽ ദൈവത്തിന്റെ, അത് ആത്മാവാകുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ വചനം. ഉണ്ടാകട്ടെ എന്ന് ഉൽപ്പത്തിയിൽ പറയുമ്പോൾ എല്ലാ ചരാചരങ്ങളും ഉളവായി വരികയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഉള്ളതുപോലെ എല്ലാറ്റിനെയും വിളിച്ചു വരുത്തുന്ന ദൈവശബ്ദം. സ്തോത്രം. ആ ദൈവശബ്ദത്തെയാണ് വചനം എന്ന് പറയുന്നത്. ആരും സ്തോത്രം ക്ഷീണിച്ചു പോകരുത്, സ്തോത്രം ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു ഭാഗത്തുകൂടിയാണ് ഞാൻ പോകുന്നത്. ഈ സത്യങ്ങൾ പിശാച് നിങ്ങളെ മറയ്ക്കുവാൻ ശ്രമിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ദൈവത്തെ അറിയുവാൻ ദൈവത്തിന്റെ വചനം സ്തോത്രം ദൈവത്തെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തെ അറിയാം. സ്തോത്രം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ദൈവശബ്ദം, അത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തെ സ്തോത്രം പുത്രൻ എന്ന നിലയിൽ അറിയുന്നു, അല്ലെങ്കിൽ പരമമായ ഒരു പ്രകാശം. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ദൈവം വെളിച്ചമാണ്. സ്തോത്രം. അത്യധികമായ പ്രഭാപൂരമാണ്. അത് മനുഷ്യനെ തന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. ഈ മഹാവെളിച്ചമാകുന്ന ആത്മാവാകുന്ന ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായ ശബ്ദം, അതിനെ സയൻസ് പറയുന്നു വിസ്ഫോടനം. ആദ്യകാലത്തുണ്ടായ ബിഗ് ബാങ് തിയറി, അതൊക്കെ അതിനെ കുറിച്ച് പറയുന്നു. ഒരു മഹാവിസ്ഫോടനം ഉണ്ടായി, ആദ്യത്തിൽ അങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഈ ശബ്ദത്തെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് എൻ്റെ സ്വന്തമായ അഭിപ്രായം. ഇത് പണ്ഡിത മതമല്ല. സ്തോത്രം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വേണമെങ്കിൽ വേദപുസ്തകത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം. ആ ദൈവത്തിന്റെ വചനത്തെ, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ
അത്ഭുത പ്രതിഭാസമാകുന്ന, മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അനുഭവിച്ച് മാത്രം അറിയുവാൻ കഴിയുന്ന ദൈവം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്തെ മനുഷ്യന് അറിയാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. അത് പുത്രനായ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചോദ്യം വരാം, ദൈവം എന്താ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്തോത്രം ഇപ്പോൾ രണ്ടാമതൊരു ദൈവത്തെ കുറിച്ച് പറയുന്നു. സ്തോത്രം, ഇത് രണ്ടാമതൊരു ദൈവമല്ല, ഒരേ ഒരു ദൈവം. ആ ദൈവത്തിന് 3 ഭാവങ്ങളുണ്ട്. ആ 3 ഭാവങ്ങൾ, ഒന്നാമത്തെ ഭാവത്തെ ഞാൻ പിതാവ് എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ഭാവത്തെ പുത്രൻ എന്ന് വിളിക്കുന്നു, മൂന്നാമത്തെ ഭാവത്തെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3 ഭാവങ്ങൾ ദൈവം എന്ന സംഖ്യയിൽ അടങ്ങിയിരിക്കുന്നു. ദൈവം എന്ന സംഖ്യയിൽ, ദൈവം എന്ന ശബ്ദത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഇത് മൂന്നായി വേർപെടുത്തപ്പെട്ട് പറയുവാൻ കഴിയും. അതുപോലെ തന്നെ ഇത് മൂന്നായി വേർപെടുത്തപ്പെട്ട് പറയുമ്പോൾ തന്നെ സാധ്യമായ ഒന്നിന്റെ ഭാഗങ്ങളായിരിക്കുന്നു. ഇത് 3 ഒന്നാകുകയും ചെയ്യും. ഒന്നായിരിക്കുകയും അതോടൊപ്പം തന്നെ 3 വ്യത്യസ്ത തലത്തിൽ പറയുവാനും കഴിയുന്ന 3 ഘടകങ്ങൾ അടങ്ങുന്നതാണ്, അല്ലെങ്കിൽ 3 ഭാഗങ്ങൾ ഉള്ളതാണ് ദൈവം എന്ന സംഖ്യ, അല്ലെങ്കിൽ ദൈവം എന്ന ശബ്ദം, അല്ലെങ്കിൽ ദൈവം എന്ന പ്രതിഭാസം, ദൈവം എന്ന് പറയുന്ന ആ സങ്കല്പം. അതിനെ നമുക്ക് 3ആയി വിഭജിക്കാം, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിൽ ഒന്നാമത്തേത് പിതാവായ ദൈവം. പിതാവായ ദൈവം ആദിയിൽ ഉണ്ടായിരുന്ന ദൈവം. മനുഷ്യന്റെ ബോധം വരുന്ന, അല്ലെങ്കിൽ അവന്റെ സെൻസ് വരുന്ന ഘട്ടം മുതൽ ഇന്നയോളം നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യം, മഹാപ്രഭാവം. ഇത് ഒന്നാമത്തെ പിതാവാകുന്ന ദൈവം. അവനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി. പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി. പിതാവ് പുത്രൻ എന്ന് മാനുഷികമായി ചിന്തിക്കുമ്പോൾ വേദപുസ്തകം തെറ്റിപ്പോകുവാനിടയുണ്ട്. വേദപുസ്തകത്തിലെ വ്യാഖ്യാനങ്ങൾ മാറിപ്പോകുവാനിടയുണ്ട്. മനുഷ്യന്റെ തലത്തിലുള്ള പിതൃപുത്ര ബന്ധം അല്ല ദൈവത്തിൽ ഉള്ളത്. ദൈവത്തിൽ ആണോ പെണ്ണോ ഇല്ല. കാരണം ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവവിശ്വാസികൾ, സത്യവിശ്വാസികൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവത്തിന് ആണോ പെണ്ണോ ഇല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ, മനുഷ്യന്റെ ബുദ്ധിക്ക് ബോധത്തിന് നിരക്കുന്ന തരത്തിൽ, സ്തോത്രം, അവന് കിട്ടിയിരിക്കുന്ന സംഖ്യകൾ മാത്രമാണ്. ഇതുകൊണ്ട് പലരും പറയാറുണ്ട്, സ്തോത്രം, യേശു കർത്താവിന് ഒരു അമ്മയുണ്ട്, അമ്മയില്ലാതെ എങ്ങനെ സ്തോത്രം മകനുണ്ടാകും? അപ്പനുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയുണ്ട്. അത് മാനുഷികമാണ്. അത് ദൈവത്തെക്കുറിച്ചുള്ള ഭാഗമല്ല, അല്ലെങ്കിൽ ദൈവത്തിൽ അങ്ങനെയുള്ള വിഭജനങ്ങളില്ല. ആണെന്നോ പെണ്ണെന്നോ വിഭജിക്കപ്പെടാത്ത സ്തോത്രം സംഖ്യയാണ് ദൈവം. അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ കറുപ്പെന്നോ വെളുപ്പെന്നോ ഒന്നും സ്തോത്രം നമുക്ക് പറഞ്ഞു വേർതിരിക്കാൻ കഴിയാത്ത അത്ഭുത പ്രതിഭാസമാകുന്ന ദൈവം. ആ ദൈവത്തിന്റെ, അല്ലെങ്കിൽ മഹാപ്രകാശമാകുന്ന ദൈവം, ആ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട മാനുഷികമായ നിലയിൽ മനുഷ്യബുദ്ധിക്ക് നിരക്കത്തക്കവണ്ണം അവന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മനുഷ്യ ഭാഷയിൽ എഴുതുമ്പോൾ അവിടെ പറയുന്നു പിതാവായ ദൈവം. ആ ദൈവത്തിന്റെ വായിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ഒരു ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ ഉണ്ടായ ശബ്ദത്തിലൂടെ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആത്മാവാകുന്ന ദൈവത്തിന്റെ ഭാഗമായിരുന്നു വചനമാകുന്ന ദൈവം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവന് വേണ്ടി ഉളവായി, അവനാൽ ഉളവായി. വളരെ വ്യക്തമായി ദൈവജനം ശ്രദ്ധിക്കണം. ഇത് പ്രാഥമിക പാഠമാണ്. പ്രാഥമികമായ പാഠം നിങ്ങൾക്ക് ആ നിലയിൽ തരാതെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ കഴിയില്ല. അല്പം വൈഷമ്യത്തോടെ ആകുന്നു എങ്കിലും നിങ്ങൾ ഈ ഭാഗം വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അടുത്ത് ഞാൻ വിശദീകരിക്കുന്ന ഭാഗങ്ങളിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ദൈവം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു.
ഇതിനെയാണ് ഈ സഖ്യയാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആ ഒരു വാക്ക് എന്ന് പറയത്തക്കവണ്ണം അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ആ സ്തോത്രം ആ അത്തരത്തിൽ പറയുന്ന തരത്തിൽ ഉള്ള ഒരു ഭാഗമാകുന്നു പുത്രൻ, അല്ലെങ്കിൽ ദൈവം എന്ന മൊത്തത്തിലുള്ള ആ സഖ്യയോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് തന്നെ ഉളവായ ശബ്ദത്തെ സ്തോത്രം വചനം എന്ന് പറയുന്നു എന്ന് മാനുഷികമായ രീതിയിൽ വ്യാഖ്യാനിക്കാം. ഈ ദൈവമാകുന്ന ആത്മാവിന് മരണമില്ല. ഞാൻ പറഞ്ഞു, ദൈവമാകുന്ന ആത്മാവിന് ശരീരമില്ല. ദൈവമാകുന്ന ആത്മാവിന് സ്തോത്രം മരണമില്ല. ദൈവമാകുന്ന ആത്മാവിന് സ്തോത്രം എന്തില്ല? സ്തോത്രം അതിന് ആണോ പെണ്ണോ ഇല്ല. അപ്പോൾ മരണമില്ലാത്ത ദൈവം, സ്തോത്രം മരണമില്ലാത്ത ദൈവം ആയതുകൊണ്ട് ആ പുത്രൻ, അതിൽ നിന്ന് വന്ന പുത്രൻ, അല്ലെങ്കിൽ പുത്രൻ എന്നിവിടെ വിവക്ഷിക്കുന്ന തരത്തിലുള്ള ദൈവഭാഗമായ രണ്ടാമത്തെ ഘടകം, അതിനും എന്തില്ല? മരണം ഇല്ല. കാരണം ഒന്നാമതായ ദൈവത്തിന്റെ ഭാഗമാണ് സ്തോത്രം പുത്രൻ എന്ന യോഹന്നാൻ ഇവിടെ പറയുന്ന ആ ദൈവം എന്ന സഞ്ജ. സ്തോത്രം എത്ര പേർക്ക് മനസ്സിലായ ഒരു സ്തോത്രം ചെയ്താൽ ദൈവത്തെ സ്തുതിച്ച. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സ്തോത്രം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പുത്രന് ജീവൻ ഉണ്ടായതെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? സ്തോത്രം, സ്തോത്രം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? സ്തോത്രം. കാരണം ഒരിക്കലും മരണമില്ലാത്ത ആത്മാവാകുന്ന ദൈവത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു സ്തോത്രം പുത്രൻ. യേശു എന്ന പേരവിടെ നിൽക്കട്ടെ. സ്തോത്രം, പുത്രൻ. അപ്പോൾ പുത്രൻ, സ്തോത്രം, പുത്രനിൽ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു.